ഇടുക്കി അടിമാലി സർക്കാർ ഹൈസ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി അനുവദിക്കുന്ന കാര്യത്തിൽ ഇനിയും നടപടിയില്ല. ഈ സ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട്. സർക്കാർ ഹൈസ്കൂളിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ തോട്ടം മേഖലയിലെയും ആദിവാസി ഇടങ്ങളിലെയും ഒക്കെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സഹായകരമാകും. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കുന്ന കാര്യം അനന്തമായി നീളുന്നു. ഈ കാണുന്ന സർക്കാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട്. അടിമാലി മേഖലയിൽ 2 എയ്ഡഡ് വിദ്യാലയങ്ങൾ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ കൂടി ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അടിമാലിയെ ആശ്രയിക്കുന്ന കുട്ടികൾക്കത് കൂടുതൽ സഹായകരമാകും. പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്നോക്ക ആദിവാസി വിഭാഗങ്ങൾ പഠിക്കുന്ന അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂൾ എല്ലാവിധ സൗകര്യം കൂടിയ ഉള്ള ഒരു ബിൽഡിംഗ് സൗകര്യമുള്ള എല്ലാവിധ സൗകര്യമുള്ള സ്കൂളാണ് ഇപ്പോൾ അടിമാലി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂൾ. അത് അപ്ഗ്രേഡ് ചെയ്ത് +2 അനുവദിക്കാനുള്ള വലിയ രീതിയിലുള്ള നടപടികളും ഇടപെടലുകളും പുതിയതായിട്ട് ചുമതലയേൽക്കുന്ന MLAയും പുതിയതായിട്ട് ചാർജ് ഏറ്റെടുക്കുന്ന മന്ത്രിസഭയും തീരുമാനമെടുക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാറുള്ളത്. വെള്ളത്തൂവലിലും കുഞ്ചുത്തണ്ണിയിലും ബൈസൺ വാലിയിലും ദേവിയാർ കോളനിയിലും പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമായി ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. തോട്ടം മേഖലകളിൽ നിന്നും ആദിവാസിയിടങ്ങളിൽ നിന്നുമൊക്കെ അടിമാലിയിലെത്തിയ ശേഷം കുട്ടികൾക്ക് വീണ്ടും യാത്ര ചെയ്തു വേണം ഈ വിദ്യാലയങ്ങളിലേക്കൊക്കെയും എത്തുവാൻ. യാത്രക്കായി വേണ്ടുന്ന അധിക സമയത്തിന് പുറമെ യാത്രാക്കൂലിയും കണ്ടെത്തണം. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശവും അധിക സാമ്പത്തിക ചെലവും ഒഴിവാക്കാനാകും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് മതിയായ ഇടമുണ്ടെന്നിരിക്കെ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും അനുകൂല ഇടപെടൽ ഉണ്ടാവണമെന്ന ആവശ്യം വീണ്ടും ശക്തിയാർജിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.